വിഴിഞ്ഞം പദ്ധതി യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടി? വളരെയേറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന വിഴിഞ്ഞം പദ്ധതി യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയാണ്? ആരൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ? കേരള ജനതയ്ക്ക് ഈ പദ്ധതി കൊണ്ട് എന്താണ് പ്രയോജനം? രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ച് പദ്ധതിയുടെ പിതൃത്വത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഈ പദ്ധതിയുടെ വ്യവസ്ഥകൾ എത്ര പേർ വായിച്ചിട്ടുണ്ട്? ഏകപക്ഷീയമായ ഈ കരാറിലൂടെ നമ്മുടെ വരും തലമുറയെപ്പോലും അദാനിക്ക് കടക്കാരനാക്കിയിരിക്കുകയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ശ്രീ MK സലീം. ഈ പദ്ധതിയുടെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അദ്ദേഹത്തിന്റെ വാദഗതികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് MK സലീമിൽ നിന്ന് തന്നെ നേരിട്ടറിയാം. സലീംജി, വിഴിഞ്ഞം പദ്ധതി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ ഉദ്ഘാടന വേദിയിൽ 3 പാർട്ടികളും അവകാശവാദം ഉന്നയിച്ച് വരികയുണ്ടായി. അത് ഞങ്ങളുടെ ബേബിയാണ്, ഞങ്ങളുടെ പദ്ധതിയാണ്, ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് ഇടതുപക്ഷം വരുന്നു, BJP വരുന്നു, അതുപോലെ കോൺഗ്രസും പറയുന്നു ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിന് തുടക്കം കുറിച്ചത്, അതുകൊണ്ട് ഞങ്ങളുടെയാണ്. യഥാർത്ഥത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ പല കാര്യങ്ങളും താങ്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. താങ്കളുടെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇത് യഥാർത്ഥത്തിൽ ഇത് ആരുടെ പദ്ധതിയാണ്? ഇത് ആരുടെ പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഇത് കേരളത്തിൻ്റെ പദ്ധതിയാണെന്ന് കേരള ഭൂമിയിലാണ് ഇത് നടക്കുന്നത്, ഇല്ലേ, കേരളക്കരയിൽ. അപ്പോൾ ആരുടെ പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഇത് അദാനിയുടെ പദ്ധതിയാണ്. അദാനിക്ക് വേണ്ടി അദാനി സ്വപ്നം കണ്ട്, അദാനി മനസ്സിൽ കുറിച്ച്, അദാനി രൂപരേഖ തയ്യാറാക്കി, അദാനി പറഞ്ഞതുപോലെ അദാനി ഒരു കരാറുണ്ടാക്കി. അത് അദ്ദേഹത്തിന് ലോകാവസാനം വരെ ഈ 350 ഏക്കർ എത്ര ഏക്കർ എടുത്ത് ആ ഭൂമിയും ആ കടലും ആ പരിസരവും എല്ലാം അദ്ദേഹത്തിന് തീരെഴുതി കൊടുത്തിരിക്കുക. വേറെ ആർക്കും ഇതിനകത്തൊരു കയ്യുമില്ല, ആർക്കും ഇതിനകത്തൊരു അവകാശവും ഇല്ല, ഒന്നുമില്ല. കാരണം ആ ലോകത്തെവിടെയും നടക്കാത്തൊരു സംഭവമാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ കേരളത്തിൽ നടന്നിരിക്കുന്നത്. കേരളീയർ പ്രബുദ്ധരാണ്, കേരളീയർ അങ്ങറ്റമാണ്. കേരളീയ എല്ലാത്തിലും മുൻപന്തിയിലാണ്, സോഷ്യൽ ഇൻഡെക്സിൽ മുൻപന്തിയിലാണ് എന്നൊക്കെ പറയുന്നത് പച്ചയ്ക്ക് പറ്റിച്ചിരിക്കാനാണ്. പറ്റിച്ചെന്ന വാക്കല്ല, ആ വാക്കല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. അത് അൺപാർലമെന്ററി ആയതുകൊണ്ട് നമുക്ക് അൺപാർലമെന്ററി ആയതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. പച്ചയ്ക്ക് ഈ ലോകത്തെവിടെയും നടക്കാത്തൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളെ മാത്രമല്ല ഇപ്പം ജീവിച്ചിരിക്കുന്ന നമ്മൾ മലയാളികളെ മാത്രമേ 3.5 കോടി ജനം മാത്രമല്ല, 40 വർഷത്തിന് ശേഷം കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരെ മലയാളികളെ കടക്കാരാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒറ്റ വിഴിഞ്ഞം പദ്ധതി കൊണ്ട്. എന്നിട്ടാണ് ഈ അവകാശം ഞങ്ങളുടെ കുഞ്ഞ് അവരല്ല, ഞങ്ങളുടെ കുഞ്ഞ്, ഞങ്ങൾ തിരുത്തി എഴുതിച്ചു. അരുൺകുമാർ ഈ CPM-ന് വേണ്ടി വന്ന് വാദിക്കുന്നവരെ വിടാൻ പറ്റത്തില്ല. അതിനകത്ത് യഥാർത്ഥത്തിൽ ഇത് ആരെങ്കിലും ഈ എഗ്രിമെന്റ് വായിച്ചിട്ടുണ്ടോ? ഈ എഗ്രിമെന്റ് ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ എഗ്രിമെന്റ് വായിച്ചു നോക്കിയോ അല്ലെ ഈ എഗ്രിമെന്റ് ഒന്ന് ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തെ ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നടങ്കം ചെന്ന് ഇവന്മാരെ വലിച്ചിറക്കി ആക്രമിക്കത്തില്ലായിരുന്നു. കാരണം ഒരു സാമാന്യ ബോധമുള്ള, വായിച്ചാൽ മനസ്സിലാകാവുന്ന, ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ വിശദമായി ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് ഒരു മാർവാടിക്ക് ഒരു അദാനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നത് എന്നതിനുള്ളൊരു ഉത്തമ ദൃഷ്ടാന്തമാണ് ആ എഗ്രിമെന്റ്. അന്നേരം അങ്ങ് ആ എഗ്രിമെന്റിനെ കുറിച്ച് വിശദമായി പഠിക്കുകയും ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയത്. ആ എഗ്രിമെന്റ് പ്രകാരം ഇത് എത്രത്തോളം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതിനകത്തുള്ള പോരായ്മകൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? അല്ല, അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള, ഇപ്പം മോഡിയാണല്ലോ വന്ന്, നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിയാണല്ലോ വന്ന് ഉദ്ഘാടനമൊക്കെ കുറേ നാൾ മുമ്പേ നടന്ന്, അപ്പോൾ മാമാമൊക്കെ നടത്തിയത്. പുള്ളിക്കാരൻ മനഃപൂർവ്വം വന്നതാണ്. പുള്ളിക്കാരൻ വരേണ്ട കാര്യമൊന്നുമില്ല ഈ ഉദ്ഘാടനം നേരത്തെ വാട്ടർ ബേസൊക്കെ വെച്ച് അടിച്ച് ബലൂണൊക്കെ പരത്തി ഫ്രെയിം കൊണ്ടുവന്നതിനും ഇറക്കുന്നതിനും എല്ലാം ഉദ്ഘാടനങ്ങൾ നടത്തിയതാണ്. അതുകൊണ്ട് അങ്ങനെ വരണം. അങ്ങനെ വന്നത് മനഃപൂർവ്വം വന്നത്. എന്നറിയാമോ, നീ മലയാളികളെല്ലാം നിന്നെല്ലാം ഞാൻ പറ്റിച്ച്, എൻ്റെ കൂട്ടുകാരനെ വെച്ച് നിന്നെയെല്ലാം ഞാൻ പച്ചയ്ക്ക് പറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ ഇരിപ്പുണ്ടല്ലോ
ഇന്ത്യ സഖ്യത്തിൻ്റെ നെടുതൂണായ പിണറായി വിജയൻ അപ്പുറത്തിരിപ്പുണ്ടല്ലോ ഒരു ശശി തരൂർ എന്നൊക്കെ, നീ എല്ലാം ആയിക്കോ എന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞത് എന്തെന്നറിയാമോ? ഈ പച്ചയ്ക്ക് ആണ് ഈ മൊത്തം തീറ് എഴുതി അദാനിക്ക് കൊടുത്തിരിക്കുന്നത്. അത് അദ്ദേഹം വായിച്ച് സന്തോഷിച്ച് അതാ പറയും, അദാനി, നിങ്ങൾ ഗുജറാത്തുകാരനാണ്, അവിടെ നിങ്ങൾ ഇത്ര വലിയ പോർട്ടൊന്നുണ്ടാക്കി, ഇവിടെ ഒന്നും ഉണ്ടാക്കിയെന്താ? ഇദ്ദേഹത്തിന് മൊത്തം ലോകാവസാനം വരെ ഇദ്ദേഹത്തിൻ്റെ എത്ര തലമുറകളുണ്ട്, അത്രയും തലമുറകൾക്ക് അനുഭവിക്കാനുള്ള ഒരു സമ്പത്തായിട്ട് ഇത് അദ്ദേഹത്തിന് കിട്ടിയെന്ന് അങ്ങനെ ചായക്കച്ചവടക്കാരാണെന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങേരെ ഇച്ചിരി ബുദ്ധിയുണ്ട്, അങ്ങേർക്ക് അത് മനസ്സിലായി. അങ്ങേരുടെ കൂടെ ഇരിക്കുന്ന എല്ലാം ഭയങ്കര ബുദ്ധിശാലികളാണ്, ആരെ അഡ്വൈസേഴ്സായിട്ട് ഡൽഹിയിൽ ഇരിക്കുന്നത്. അവർ പറഞ്ഞു കൊടുത്തതാണ് ഇതൊരു ഗോൾഡ് മൈനാണ് സാറ് പോയി ഉദ്ഘാടനം ചെയ്തിട്ട് വാ, അല്ലെ അങ്ങനെ വരേണ്ട കാര്യമില്ല. ഈ തലമുറയെ മാത്രമല്ല, മുമ്പേ പറഞ്ഞ പോലെ നമ്മളുടെ വരാനിരിക്കുന്ന തലമുറകളെ വരെ അദാനിക്ക് തീരെഴുതി കൊടുത്ത ഇതിന്റെ എഗ്രിമെന്റ് പ്രകാരം അതിന്റെ ആ എഗ്രിമെന്റിലെ ആസ്പെക്ട്സ് ഒന്ന് നമുക്കൊന്ന്. എഗ്രിമെന്റ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതൊരു PPP പ്രോജക്റ്റ് അല്ലായിരുന്നു. ഇത് നമ്മളെ കൊല്ലം ബൈപ്പാസ് ഒക്കെ ചെയ്ത പോലെ 50-50 എന്നുള്ള നിലയിലുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതിനെയാണ് തകിടം മറിച്ചുകൊണ്ട് ഈ അദാനി പറയുന്നതാണ് എഴുതി കൊടുത്തത്. ഇത് PPP മോഡലാക്കി. PPP മോഡൽ എന്ന് വെച്ചാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നാണ്. അപ്പം അത് ബിൽഡ് ഓപ്പറേറ്റ് അങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന്. ഇത് എല്ലാ PPP പ്രോജക്ട്സും ഇന്ത്യയിൽ, അത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ആവട്ടെ, ബാക്കിയുള്ള എല്ലാ PPP പ്രോജക്ട്സും CAG പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് അക്കൗട്ട് 30 വർഷത്തേക്കാണ് എഴുതുന്നത്. ഇത് സ്ട്രെയിറ്റ് വേ 40 വർഷത്തേക്ക് എഴുതി. ആരോട് ചോദിച്ചു? 40 വർഷത്തേക്ക് എഴുതി. ഓക്കെ, 40 വർഷത്തേക്ക് എഴുതി. ഈ 40 വർഷത്തേക്ക് എഴുതിയ ആ ഫസ്റ്റ് 10 വർഷത്തിൽ എത്ര കോടി രൂപ ആണെന്നറിയാമോ? ഒരു 10 വർഷത്തേക്ക് അവർക്ക് കിട്ടുന്ന കോടാനുകോടി രൂപ ആർക്ക് കൊടുക്കുന്നു? ഈ അദാനിക്ക് കൊടുക്കുന്ന ആ 10 വർഷത്തിൻ്റെ ലാഭം മാത്രം. എന്നിട്ട് 40 വർഷത്തേക്ക് കൊടുത്തിട്ട് ഈ 40 വർഷം കഴിയുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ വീണ്ടും ഇത് 20 വർഷം വീണ്ടും നീട്ടണം. അപ്പോൾ എത്ര വർഷമായി? 60 വർഷം. അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചാൽ പിന്നെയും നീട്ടണം. അപ്പോൾ എത്ര വർഷമായി? 80 വർഷം. അപ്പോൾ ഒരിക്കലും ഇത് തിരിച്ചു കിട്ടത്തില്ല. ഞാനൊരു ഭ്രാന്തനായിട്ട് നിങ്ങളടുത്ത് പറയാനല്ല. ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കി പറയുന്നത് CAG എഴുതി വെച്ച റിപ്പോർട്ടായത്. CAGയുടെ കണ്ടെത്തലുകളാണ്. ഇവർ 40 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവർ പോകുമ്പോഴത്തേക്ക് ഇവർ പറയാം, ഓക്കെ ഞങ്ങൾ പോടും, 40 വർഷം മതി, ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അദാനിയുടെ അന്നത്തെ ചെറുമക്കൾ 40 വർഷം കഴിയുമ്പോൾ അങ്ങനത്തെ ചെറുമക്കളായിരിക്കുമല്ലോ ഇത് ഭരിക്കുന്നത്, എൻ്റെ മുതലാളിമാർ. അവർ പറയും ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ ചെറുമോന് ഈ അന്ന് ഭരിക്കുന്ന കേരള സർക്കാർ എണ്ണണം എത്രയാണ്? 19,555 കോടി. കേൾക്കുന്നോ? 19,555 crores. അതും ടെർമിനേഷൻ പേയ്മെൻ്റ് എന്നാ. ഇങ്ങനെ ഒരു ടെർമിനേഷൻ പേയ്മെൻ്റ് എന്ന് വെച്ചാൽ അയാൾ ഇത്രയും നടത്തി അതുവരെയുള്ള ലാഭം മൊത്തം അയാൾ എടുത്ത് അയാൾ 40 വർഷം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇത് the termination payment payable to the concessionaire according to the above clause would be 19,555 crore. എൻ്റെ പൊന്നു മലയാളി സുഹൃത്തുക്കളെ, പൊന്നു മലയാളികളെ, പ്രബുദ്ധ മലയാളികളെ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ ഒരു പോർട്ട് ഉണ്ടാക്കാൻ വരുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വരുന്നത്, അയാൾ പരിപാടികൾ തിരിച്ചു പോകുമ്പോൾ കൈമുടക്കെന്ന് പറഞ്ഞ് 20,000 കോടി അയാൾക്ക് കൊടുക്കണം. അതായത് ഈ പോർട്ട് ഉണ്ടാക്കുവാനുള്ള എല്ലാ പണവും നമ്മൾ നൽകി, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കൊടുത്ത്, എല്ലാ സംവിധാനവും സാങ്ഷൻസും കൊടുത്ത്, അതുകൂടാതെ 350 ഏക്കർ അഡീഷണൽ സ്ഥലവും കൊടുത്ത ശേഷമാണ് 350 ഏക്കർ കൊടുക്കുന്ന കൂടാതെ 7,525 കോടി രൂപയാണ് ഇതിൻ്റെ അടങ്കൽ പ്രോജക്റ്റ്. ഈ 7,525 കോടി രൂപയിൽ കേരള സർക്കാർ പറയും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ 67%, 33% ഉള്ള അദാനി മുടക്കുന്നത്. അദാനി ഒരു പൈസ ഇതിനകത്ത് മുടക്കുന്നില്ല. നിങ്ങൾ ഇത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ ചാനൽ ചർച്ചകളിൽ വരുന്നവരൊക്കെ ഇത് വായിച്ചിട്ടുണ്ടോ? ആങ്കർമാർക്ക് ഞാൻ ചോദിക്കുക, നിങ്ങൾ ആരും ഇത് പറഞ്ഞ് കേട്ടില്ല. അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ എങ്കിലും ഇത് പറയണമെന്ന്, മരിച്ചോണ്ട് മനുഷ്യരാ, ആരെങ്കിലും കേൾക്കട്ടെ എന്ന് വിചാരിച്ച്. ഇത്രയും തുക ഇത്രയും തുക ഈ കൊടുക്കുന്നതെന്ന് അവർ കൊടുക്കുന്നതെന്ന് പറയും, ആര്? അദാനി മുടക്കുന്നതെന്ന് പറയും. ഒരു പൈസ ആൾ മുടക്കുന്നില്ല. അത് ഒറ്റ ഉദാഹരണം ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. റോക്സിൻ്റെ കാര്യം. റോക്ക് എന്ന് പറയുന്ന പാറ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റും. പുളിമുട്ടായാലും എന്തായാലും വാർഫായാലും പാറ കെട്ടുന്നത്. ഈ പാറ കെട്ടുന്നതിന് ആദ്യം ഇവർ വന്ന് പറഞ്ഞ തുക നിങ്ങൾക്കറിയാമോ?
പറഞ്ഞ തുക അവർ കൊണ്ടുവന്ന് അവർ സമ്മതിച്ചേച്ച് പോയ തുകയാണ് പാറയ്ക്ക്. എഗ്രിമെൻ്റ് എഴുതാൻ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ 4 ഇരട്ടി. ആലോചിച്ചു. അപ്പം ചോദിച്ചു, ശ്രീയെ ചോദിച്ചു, ഇതെന്തോ ഇങ്ങനെ നിങ്ങൾ പ്രാന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ അത് വേരിയേഷൻ ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് എന്ന്. അപ്പോൾ പറഞ്ഞ എന്താ ഇത് ഇൻഡിജീനിയസ് പ്രോജക്റ്റ്, ഇൻഡിജീനിയസ് എന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഇത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. ഇത് ഞാൻ പറയുന്ന കാര്യം, ഇൻഡിജീനിയസ് പ്രോഡക്റ്റിന് എന്തോ ഇൻഡിജീനിയസ് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ പാറയ്ക്ക് നിങ്ങൾ എന്തോ പറയുന്നത് ഇത്ര എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാര്യം പറയുന്നത്. അവിടെയും പറ്റിച്ച്. എന്തിനറിയാമോ? ഇയാൾക്ക് ഒരു പൈസ മുടക്കണ്ട. 1000 രൂപ പറയുന്ന സാധനത്തിന് 3000 രൂപ കിട്ടാനില്ലേ? അപ്പോൾ അത്രയും എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അത്രയും തുക കൂടിയില്ലേ? എന്നിട്ടാണ് ഈ 40 വർഷം കഴിഞ്ഞിട്ട് പോകും പറയുന്നത്. അപ്പം പിന്നെ ഇയാൾ എവിടെ പൈസ മുടക്കുന്നു? ഒരു പൈസ അയാൾ മുടക്കുന്നില്ല. അപ്പം 40 വർഷം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് എത്ര രൂപ കിട്ടുന്നു? അയാൾക്ക് വീണ്ടും 19,500 20,000 കോടി കിട്ടുന്നു. 40 വർഷം കഴിഞ്ഞ് ജീവിക്കുന്ന മലയാളികൾ, നമ്മളുടെ മക്കളും ചെറുമക്കളും, മക്കളായിരിക്കത്തില്ല, മക്കളാണെങ്കിൽ മക്കൾ, ചെറുമക്കൾ, അവർ ബിക്കം ഡെറ്റ്. അവർ അദാനിക്ക് കടക്കാരനായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അതാ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുക പച്ചയ്ക്ക്. നമുക്ക് കിട്ടുന്ന ലാഭം എന്തോ? ഇവിടെ പറയും, കേരളം രക്ഷപ്പെട്ടു, കോടിക്കണക്കിന് രൂപയുടെ ഇതല്ലേ വന്ന് ഇറങ്ങുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ഇതാ വിഴിഞ്ഞത്തേക്ക് അടുത്ത്. TV ചാനലുകാരെല്ലാം 1 രൂപ ഇത്രയും കണ്ടെയ്നർ ഇറങ്ങി 1 രൂപ അതിൻ്റെ ലാഭത്തിൽ നിന്ന് 1 രൂപ കിട്ടി. കണക്ക് കാണിയില്ല. 1 രൂപ. ഇത്രയും കണക്കുകളൊന്നുമല്ലോ, കോടിക്കണക്കിൻ്റെ കണക്കുകൾ. 1 രൂപ. ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കണ്ടെയ്നർ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അതിൽ നിന്ന് 1 കണ്ടെയ്നർ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ഇങ്ങനെ റോട്ടിലോട്ട് വന്ന് നമ്മളെ റോഡിൽ കൂടെ പോയോ? 1 കണ്ടെയ്നർ. എല്ലാം ചെറിയ ഫീഡർ വിസലിലേക്ക് ഇറക്കി അയാൾക്ക് ഇഷ്ടമുള്ള പോർട്ടുകളിൽ കൊണ്ടുപോകണം, കായുണ്ടാക്കുന്നു. എന്നിട്ട് നമുക്ക് തരുന്ന ലാഭം എന്തുവാ? ഈ ലോകത്താരെങ്കിലും ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് എഴുതും? നമ്മളെ പൈസ, നമ്മളെ വസ്തു, ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കി, കമ്പ് വലയാ, അങ്ങനെയുള്ളവരൊന്നും അവിടെ മീൻ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ട് നമുക്ക് തരുന്ന ലാഭം എന്തോന്നറിയോ? ഇത്രയും കോടി നമ്മളെ സമ്പത്ത്, നമ്മളെ കാശ്, നമ്മളെ വസ്തു. എന്നിട്ട് തരുന്ന ലാഭം എത്രയെന്നറിയോ? 15 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു 5 വർഷം മൊറട്ടോറിയം കഴിഞ്ഞ് 20 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും എത്ര? അന്ന് ലാഭം ഉണ്ടെങ്കിൽ അയാളെ ബാലൻസ് ഷീറ്റിൽ 1%. അങ്ങനെ 40 വർഷം നമുക്ക് 1% വെച്ച് കിട്ടിയാലും ഈ 40 വർഷം കഴിയുമ്പോൾ അയാൾ പോകുമ്പോൾ ഈ 20,000 കോടി അയാൾ കൊടുക്കും. നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അന്നും ഈ അദാനിക്ക് കടക്കാരനാ. 5,608. The termination payment of 19,500 crore would mean, ഇംഗ്ലീഷ് അറിയാവുന്നവർ മലയാളത്തിൽ ആർക്കെങ്കിലും പറഞ്ഞുകൂടി ഈ ചാനൽ ചർച്ചയിൽ വരുന്നവർക്ക്, that the net receipts of government of Kerala from the project after 40 years would be minus 5,608 crores. ഇതെല്ലാവർക്കും കിട്ടും നെറ്റിൽ. ഇതെനിക്ക് ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന സാധനമൊന്നുമല്ല, ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. അന്ന് കേരള സർക്കാർ 40 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത്രയും പൈസ അവന് കൊടുത്ത് ഇത്രയും കോടി, 100,000 കോടി അവർ ഉണ്ടാക്കിയതിന് ശേഷം അന്ന് കേരള സർക്കാർ കടക്കാരനായിരിക്കും അവന് 5,600. ദാറ്റ് മീൻസ് ക്ലോസ് വുഡ് ബി minus 5,608 crores. ലോകത്ത് എവിടെയെങ്കിലും നടക്കും ഇങ്ങനെ സംഭവം? ഇങ്ങനൊരു സംഭവം. ഇത് മച്ചി പശുവിനെ അറിഞ്ഞു കൊണ്ടുവന്ന് കെട്ടുന്ന കണക്കില്ല. അതിന് പാല് നമുക്ക് കിട്ടത്തില്ല. പിന്നെ കിട്ടുന്ന എന്താ? GST. അയ്യോ, ഭയങ്കര സംഭവമല്ലേ. വീണാ വിജയൻ GST കൊടുത്തു. കിട്ടിയ സർവീസ് കൊടുക്കാത്ത തുകയ്ക്ക് പൈസ കിട്ടിയെങ്കിൽ അവർ അവർ ബില്ല് റേസ് ചെയ്തല്ലോ, GST കൊടുത്തല്ലോ. എടാ, ബില്ല് റേസ് ചെയ്താൽ GST കൊടുക്കണം. അതാത് സ്റ്റേറ്റിന് കൊടുക്കണം. അത് ഇവിടെ അവന് തെക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ട് അതിന് സാധനം ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബില്ല് വരും, അതിനൊരു GST വരും. ആ GST കൂടെ അവന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ GST ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്ലാനാണ് അത് ആ സ്റ്റേറ്റിന് അതിൻ്റെ പങ്ക് കൊടുക്കണമെന്ന്. ആ GST അല്ലാതെ വേറെ 1 രൂപ കിട്ടുമോ? കിട്ടുമെന്ന് കിട്ടത്തില്ലെന്ന് മാത്രമല്ല,
40 വർഷം കഴിഞ്ഞുള്ള മലയാളികളെ ഈ എഗ്രിമെൻ്റ് എഴുതി കൊടുത്തതും ഈ എഗ്രിമെൻ്റ് എഴുതി കൊടുത്ത് പിണറായി സർക്കാർ ഭരണത്തിൽ വന്നതായി ഇതിനകത്ത് പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഡിസോൾവ് ചെയ്യാൻ, ഈ എഗ്രിമെൻറ്റ് ഡിസോൾവ് ചെയ്തിട്ട് ഗോ ഫോർ എ ഗ്ലോബൽ ടെൻഡർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കേട്ടോ പിണറായി വിജയൻ? അപകടമാണ്. ഈ അപകടമാണെന്ന് CAG മാത്രമല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട അതായത് പിണറായി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ദുരന്തമാണ്, ഇത് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൽ കലാശിക്കും എന്ന് മനസ്സിലാക്കി CAG റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഗ്ലോബൽ ടെൻഡർ വിളിച്ച് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഗ്ലോബൽ ടെൻഡറിന് പോകണമെന്ന് പച്ചയ്ക്ക് എഴുതി അവർ പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു. എന്നിട്ടും കേട്ടില്ല. അദാനിക്ക് മോഡിയുടെ നേതൃത്വത്തിലുള്ള ഇൻഫ്ലുവൻസ്, അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തതാണ് ഡൽഹിയിൽ എംപവേർഡ് കമ്മിറ്റിയിൽ. എന്നിട്ട് ഇത് കണ്ട ഉടനെ CAG റിപ്പോർട്ട് കണ്ട ഉടനെ ഞാൻ കൊണ്ട് ഹൈക്കോടതി കേസ് കൊടുത്ത്. നാനാവതി പ്രസാദ് സിംഗ്, അദ്ദേഹത്തിന് കേരളത്തിൽ ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇത് ബീഹാറിലുള്ള ആളാണ് ചീഫ് ജസ്റ്റിസ് അന്നത്തെ. ഞാൻ ആ പെറ്റീഷൻ MK സലീം ഫസ്റ്റ് ഡേയിൽ അദ്ദേഹം ഇറങ്ങി എന്താണെന്നറിയാം എഴുതിയിരിക്കുന്നത്, relevant part of Exhibit P2 report is referred to by the petitioner. The petitioner ഞാൻ, wherein the CAG pointedly raises the query as to what was the interest of the state government and what it was to gain from this. നിങ്ങൾക്ക് എന്താ കിട്ടും, എന്താ കോപ്പ് കിട്ടുമെന്നാണ് ചോദിച്ചത്. സ്റ്റേറ്റിന് വല്ലതും കിട്ടുന്നോ? വാട്ട് ഇസ് ദ ഇൻട്രസ്റ്റ്, വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് ചോദിക്കുന്നത്. നിനക്ക് എന്താ ഇതിനകത്ത് ഇൻട്രസ്റ്റ്, നിനക്ക് വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കുന്നവർ ചോദിക്കുക ചീഫ് ജസ്റ്റിസ്. വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദിസ് പ്രോജക്റ്റ്? എന്നിട്ട് അവിടെ നിർത്തില്ല അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. വാട്ട് വാസ് ടു ഗെയിൻ ഫ്രം ദ, ഇറ്റ് ഈസ് സീൻ ഫ്രം ദ കാൽക്കുലേഷൻ ഓഫ് ദ CAG as shown in the report that the state was a loser from day 1 to the end of the concessionaire period. നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വാൺ ചെയ്തില്ലെന്നൊന്നും എൻ്റെ പൊന്ന് പിണറായി വിജയൻ സഖാവേ പറയല്ലേ. അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത തലമുറയും നിങ്ങൾ കടക്കാരാക്കിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് നിങ്ങളെ വാൺ ചെയ്തു. എന്താ വാൺ ചെയ്ത്? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സ്റ്റേറ്റിന് ടു ദ കൺസെഷൻ പീരീഡ് ഓഫ് 40 years അടുത്ത തലമുറയെ നിങ്ങൾ കടക്കാരനാക്കും. ദ സ്റ്റേറ്റ് വിൽ ബി ദ ലൂസർ. ലൂസർ എന്ന് വെച്ചാൽ എന്താ? ഗെയിൻ ചെയ്യുന്നതാണ്, നഷ്ടം വരുത്തുകയാണ് നിങ്ങൾ. 40 വർഷം അടുത്ത ഫസ്റ്റ് ഫേസിൽ 40 ഫ്രം ദ ബിഗിനിങ്. അപ്പം മിസ്റ്റർ പിണറായി വിജയൻ സഖാവ് എല്ലാ ആദരവോടുകൂടി പറയാം, നിങ്ങൾ ഇനിയെങ്കിലും ഓണം ചെയ്യണം. മരിച്ചു പോണ മനുഷ്യരാ നിങ്ങൾക്ക്. 10 വയസ്സ് 80 വയസ്സായി. യു മസ്റ്റ് ഓണം. ദിസ് ഇസ് എ ഫോൾട്ടി തിങ്. യു വിൽ ഡൈ വൺ ഓഫ് ദീസ് ഡേ. ഓൾ ഓഫ് us വിൽ ഡൈ. നമ്മളെല്ലാവരും മരിച്ചു. പക്ഷെ നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറയെ നമ്മൾ കടക്കാരാക്കി. എന്തിനു വേണ്ടി? അവരെന്ത് തെറ്റ് ചെയ്ത്? ഇനി ഉണ്ടാവാൻ പോകുന്ന മലയാളികൾ എന്താ തെറ്റ് ചെയ്തവർ? അല്ലെന്ന് പറയാൻ പറ്റുമോ മിസ്റ്റർ പിണറായി വിജയൻ? നിങ്ങൾ ഉമ്മൻചാണ്ടി ചെയ്തു വെച്ച ദോഷത്തിൽ നിങ്ങൾ ചെയ്യരുത് CAG ചൂണ്ടിക്കാണിച്ചില്ലേ? ഒരു ചീഫ് ജസ്റ്റിസ് വന്നിരുന്നോണ്ട് പറഞ്ഞില്ലേ നിങ്ങളിത് അപകടമാണ്. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ പുതിയ ക്ലാസ് കൊണ്ടുവന്നിട്ടായിരുന്നോ? എന്നിട്ട് അമർ പട്നായക് എന്ന് പറയുന്നത് അവിടെ നിന്നില്ല. അമർ പട്നായക് എന്ന് പറയുന്ന ഓഡിറ്റർ ജനറൽ, കൺട്രോളർ ഓഡിറ്റർ ജനറൽ പച്ചക്ക് എഴുതി ലിപികളിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്തോ whenever a PP project takes place, comes into force, the concessionaire and the state will take the profit and the loss equally. Here the concessionaire seems to be running away with all the profit. ഒരു PPP പ്രോജക്റ്റ് നടക്കുമ്പോൾ അതിൻ്റെ ലാഭവും നഷ്ടവും ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഈ കൺസെഷനർ എന്ന് പറയുന്ന ഈ അദാനി ഈസ് റണ്ണിങ് അവേ. അവർ എടുത്തോണ്ട് ഓടെയാണ് ഓൾ ദ പ്രോഫിറ്റ്സ്. അത് മാത്രമല്ല, പോകാൻ നേരം എത്രയാ? 20,000 കോടി കൊടുക്കണം. അത് കൂടാതെ കൊടുത്താലും അവൻ പറയില്ല ഞാൻ പോണില്ല. പൈസ മേടിച്ചിട്ടാ പറയാന്ന്, ഇല്ല ഞാൻ പോണില്ല. അവന് പിന്നെ കൊടുക്കണം 20 വർഷം. കൊടുത്തില്ല ലിറ്റിഗേഷന് പോകും. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എഴുതി വെച്ചിരിക്കുകയല്ലേ. ഇതൊക്കെ എത്ര വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് ഇങ്ങനെ ഇപ്പൊ 20,000 കോടി 40 വർഷം കഴിയുമ്പോഴത്തേക്ക് അവൻ എണ്ണണം. അന്നത്തെ സർക്കാർ നമ്മളെ കാട്ടി പാപ്പർ സർക്കാർ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു വ്യവസായം വരുന്നു കൊട്ടിഘോഷിക്കുകയാണല്ലോ പിണറായി സർക്കാർ. 10ാം വാർഷികം കോടിക്കണക്കിന് രൂപ ചിലവാക്കി. നിങ്ങൾ കയറി 9 വർഷം കഴിഞ്ഞല്ലോ. ഒരു ഉൽപ്പാദന മേഖലയിൽ ഒരു മുട്ടുപ്പിൻ ഫാക്ടറി വന്നോ കേരളത്തിൽ?
തൊട്ടടുത്തുനിന്ന് പോയി നോക്കും, ഞങ്ങളൊക്കെ പോയി നോക്കുന്നതായി പെരുമ്പൂർ, തമിഴ്നാട്, ഇതിൽ പെട്ടിക്കടകൾ കണക്കാണ് കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഫാക്ടറികൾ വരുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫാക്ടറി, ഒരു ഉൽപ്പാദന മേഖല കൊണ്ടുവരുന്നത് നിങ്ങൾ. അങ്ങനെ നമ്മളെ കൊണ്ട് അതോ പറ്റുന്നില്ല. എന്നിട്ട് 40 വർഷം കഴിഞ്ഞ് അന്നത്തെ ആൾക്കാരെ കടവക്കാരാക്കി കൊണ്ടുപോയാ. ഇത് നിങ്ങൾ സമാനം പറയണം. അതുപോലെ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള ആ 300-350 ഏക്കർ സ്ഥലം എന്തും ചെയ്യാനുള്ള ഒരു അവകാശമല്ലേ നമ്മൾ വിട്ടുകൊടുത്തേക്കുന്നത്? അവർക്ക് എന്ത് കൊടുക്കാതെ അത് ഈ ലോകത്ത് എവിടെയും നടക്കാത്ത ഒരു സംഭവം. ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ദേഷ്യം വന്ന വോട്ട് നിനക്കെന്താ പ്രാന്താണോന്നല്ലേ ചോദിച്ചത്. എടാ നിനക്കെന്താ ഇതിനകത്ത് ഇൻട്രസ്റ്റ്? നിനക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലേ? നിനക്ക് 1 രൂപയും വേണ്ടേ എന്നുള്ള രീതിയിലല്ലേ ചോദിച്ചു വെച്ചിരിക്കുന്നത്. വൺ ഓഫ് ദ തിങ്സ് പോയിന്റഡ് ഔട്ട് വാസ് ദ ടോട്ടൽ റവന്യൂ ഏൺഡ്. അതും കേള്, ആ ചീഫ് ജസ്റ്റിസ് തന്നെ എഴുതിയിരിക്കുക കണ്ടിന്യൂഷൻ ആയിട്ട്. വൺ ഓഫ് ദ തിങ്സ് പോയിന്റഡ് ഔട്ട് വാസ് ദ ടോട്ടൽ റവന്യൂ ഏൺഡ് ബൈ ദി സ്റ്റേറ്റ് ഓവർ ദ 40-year period was estimated about 13,947 crores. But on the end of the 40-year termination period would be given the consideration would be 90. This would mean 5,608 crores more than the total revenue earning of the state. There are various other issues raised by the CAG. ഇത് മാത്രമല്ല, മൊത്തം കുഴപ്പമാണ്. മൊത്തം കേരളത്തെ പറ്റിച്ചിരിക്കുകയാണ്. ഒരു ചീഫ് ജസ്റ്റിസ് എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു സ്നേഹം, ആറ്റമോ സ്നേഹം, മോക്ക് വേണ്ടി ഇത്രയും കോടിക്കണക്കിന് ഉണ്ടാക്കിയതാണ് ഒരു ആറ്റമോ സ്നേഹം ഈ കേരളത്തോടുണ്ടായിരുന്നെങ്കിൽ അങ്ങേര് അതാൻ്റെ ഇതൊന്നും പറ്റത്തില്ലപ്പോൾ ഞങ്ങൾക്ക് റെഡിയാക്കി തരാം, നിങ്ങൾക്ക് കണ്ടീഷൻസ് മാറ്റി. അയാൾ കേസിന് വേണമെങ്കിൽ പോട്ടായിരുന്നല്ലോ, അവിടെ തീരുമായിരുന്നല്ലോ. അടുത്ത തലമുറയെ നിങ്ങൾ കടക്കാരനാക്കണ്ടായിരുന്നല്ലോ. ആ ചിലർ വന്നിരുന്നുകൊണ്ട് പറയാം ടി വിയിൽ ഇന്നമാതിരി അവർ കേസിന് പോയേനെ. എടാ ബ്ലഡി ലെറ്റ് ദം ഗോ ടു ഹെൽ, ലെറ്റ് അദാനി ഗോ ടു ഹെൽ. കേസിന് പോയെന്താ തലമുറയ്ക്കോ? ഇല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് അതോറിറ്റി, മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്, എലക്റ്റഡ് ഗവൺമെൻറ്റാണ്. അവർ പറയും നോ നോ നോ, ഞങ്ങൾക്ക് ഇതിനകത്തൊരു ഓബ്ലിഗേഷൻ ഇല്ല, ഇത് കറക്റ്റായിട്ട് എഴുതി 50-50 ആയിട്ട് ഷെയർ ചെയ്യും, നമുക്ക് ചെയ്യാം. അടുത്ത മനഃപൂർവ്വം അല്ലേ പറഞ്ഞു. അതുകൂടാതെ ഈ 20,000 കോടി കൊടുക്കുമ്പോൾ സ്റ്റേറ്റിന്റെ കടം എത്രയാണെന്ന് കൂടെ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഇവന്മാരെ എൻവിസേജ് ചെയ്ത് അടിച്ചു വെച്ചിട്ടില്ലേ? ആ എഗ്രിമെന്റിനകത്ത് പറയുന്നുണ്ടല്ലോ 19,555 crores കൊടുക്കുമ്പോഴത്തേക്ക് ദിസ് വുഡ് ബി ₹5,608 crores മോർ ദാൻ ദ ടോട്ടൽ റവന്യൂ ഏർണിംഗ് ഓഫ് ദി സ്റ്റേറ്റ്. 40 വർഷം കൊണ്ട് കേരള സർക്കാരിന് കിട്ടുന്ന ലാഭം 5,608 കോടി രൂപ അധികമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ അന്ന് 5,608 രൂപ ഇവന് കടക്കാരനാ. നമ്മൾ 20,000 കോടി 19 കൊടുത്താലും പിന്നെ അവൻ എണ്ണണം 5,608 കോടി അവൻ്റെ കട തീർക്കണമെങ്കിൽ. ഇല്ലടാ നീയല്ല എൻ്റെ കടക്കാരനാടാ ഞാൻ എന്ന് അദാനിയുടെ ചെറുമോന് അവൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനോ പറയും. ഇല്ലടാ മലയാളികളെ, നീയല്ല എനിക്ക് പൈസ തരാനുള്ളവരാ എന്ന് പറയത്തില്ലേ? നമ്മൾ ഒരു തരത്തിൽ പൈസ കൊടുക്കണ പറയടാ നീ എനിക്ക് നീ എൻ്റെ കടക്കാരനല്ലേ ഇടാന്ന് പറയത്തില്ലേ? അറിഞ്ഞു വെച്ചോണ്ട് ചെയ്തിരിക്കില്ലേ ഈ പാപം ഏതെങ്ങനെ കഴുകിക്കളയും? ഇനി കഴുകിക്കളയാൻ പറ്റുമോ ഈ പാവം? ആ സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ആ ഒരു തട്ടിപ്പിനെ കൂടെ പറയാമോ? അതിനകത്ത് എന്തുമാത്രം വഞ്ചനയും ചൂഷണവും ഉണ്ട്. അതായത് 300-350 ഏക്കർ സ്ഥലം അവർക്ക് എന്തും ചെയ്യാം, അത് സബ്ലീസ് ചെയ്യാം, ബാങ്കിൽ പണയം വെക്കാം. അത്തരത്തിലുള്ള ആ ഒരു ക്ലോസിനെ കുറിച്ചൊന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു വീട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒറ്റി കൊടുക്കുന്നു, നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അവൻ അവിടെ എന്തും ചെയ്യും. അതേ കണക്ക് ഇതിൽ എഴുതിയപ്പോൾ എന്താ ചോദിച്ചാലും ഇവർ എഴുതി തരുന്നത്. അങ്ങനെയാണ് ഒരു വേലയുടെ 350 ഏക്കറാ, എത്ര 250 ഏക്കറാ, അതിൻ്റെ ഒരു 30% നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം, അതുകൊണ്ട് അതിനും കൂടെ ഒരു അനുവാദം എന്നുള്ള രീതിയിൽ ഉടനെ അതിനും കൊടുത്തു. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് മേടിച്ച 350 ഏക്കർ സ്ഥലം അത് അദാനിക്ക് ആർക്ക് വേണമെങ്കിലും അത് ബിൽഡിംഗ് കെട്ടി അത് കാസിനോ നടത്താം, ബാറ് നടത്താം, ഹോട്ടൽ നടത്താം, മാള് നടത്താം, എന്ത് വേണമെങ്കിലും നടത്താം, അവന് എന്ത് വേണമെങ്കിലും നടത്താം. അത് സബ്ലീസ് ചെയ്യാം, വേറെ വാടകയ്ക്ക് കൊടുക്കാം. അത് തിരിച്ച് അവന് ആ സബ്ലീസ് എടുക്കുന്നത് തിരിച്ച് തരേ വേണ്ട. അതിൽ CAG പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്, തിരിച്ച് തരണ്ടെന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് ആരെങ്കിലും എഴുതൂ, തിരിച്ചു പോലും തരണ്ട. ഈ കൺസെഷനെയർ ഇവിടുന്ന് പോയാലും ഈ അദാനി 40 വർഷം 60 വർഷം 80 വർഷം കഴിഞ്ഞ് പോകണമെന്ന് വെച്ചോ, ഇയാൾ ഉണ്ടാക്കിയ ടൗൺഷിപ്പിൽ ഇപ്പോൾ ഇവിടെ യൂസ് ബാക്കിയുള്ളവർ വലിയ ആൾക്കാർ വന്ന് എടുക്കുന്നതെന്ന് വെച്ചോ, അയാൾ തിരിച്ചു കൊടുക്കണ്ട. ആയുഷ്കാലം അവരുടെ കയ്യിലേക്ക് പോകും. ആയുഷ്കാലം ലോകം ഒരു ലാഭവും ഒരു ലാഭമല്ല. ഇതൊക്കെ ഇതിനകത്തുള്ളതാ. ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാക്കി കോടതി പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്ന. അത്രയും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്
എന്തിനാ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ സ്റ്റേറ്റിലെ നിങ്ങൾ നടത്തണ്ടെന്ന് ഒരു കോടതിക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് വോട്ട് നിനക്ക് ഭ്രാന്താണോ എന്നാ വേറെ ഭാഷയിൽ ചോദിച്ചിരിക്കുന്ന. ഇങ്ങനെ ചോദിക്കൂ ഒരു ചീഫ് ജസ്റ്റിസ്, വോട്ട് നിനക്ക് എന്താണ് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ്, നിനക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലേ? അതുപോലെ ഇവർ പറഞ്ഞു ഈ ഒരു പദ്ധതി വരുന്നത് കൊണ്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും, പിന്നെ അങ്ങനെ സഹിക്കുന്നില്ല എൻ്റെ പൊന്നു. പിന്നെ ആ ചീഫ് ജസ്റ്റിസ് എഴുതിയിരിക്കുക, there are very serious matters with where the assets of the state Kerala is mortgaged. ഇത് കൂടാതെ ഇത് മൊത്തം അവന് വേണമെങ്കിൽ അദാനിക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പണയം വെക്കാം. പണയം വെച്ച് മുത്തൂറ്റി പണയം വെച്ച് സ്വർണം തിരിച്ചെടുക്കാൻ പറ്റൂ? അതെടുക്കാം, അയാൾക്ക് പണയം വെക്കാം, അതിൽ പോവാ. അതാ ചീഫ് ജസ്റ്റിസ് എഴുതിയ പ്രയാസത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ 15 കേസ് നടത്തിയവനാ ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയിൽ 15, അതിലൊരു കേസായത്. ഞാനിങ്ങനെ ഒരു ഓർഡർ എനിക്ക് കിട്ടിയിട്ടില്ല, വായിച്ചിട്ടുമില്ല. ഇതൊക്കെ വെരി സീരിയസ് മാറ്റേഴ്സ് ആണെന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാതെ എന്നുവെച്ചാൽ ഞാൻ പ്രതിയാക്കി സ്റ്റേറ്റിനെ പ്രതിയാക്കി കേസിൽ സ്റ്റേറ്റാണല്ലോ എഗ്രിമെൻ്റ് എഴുതി കൊടുത്തത്. പിന്നെ അദ്ദേഹം നോക്കണേ, വാട്ട് ആർ ദ കമേഴ്ഷ്യൽ കൺസിഡറേഷൻ, ദ കമേഴ്ഷ്യൽ ബെനിഫിറ്റ്സ്. ഈവൻ ദ CAGക്ക് പോലും അന്തം പറഞ്ഞു പോയി. ഹൈക്കോടതി എഴുതിയ വാട്ട് ആർ ദ കമേഴ്ഷ്യൽ കൺസിഡറേഷൻസ് ആൻഡ് ദ കമേഴ്ഷ്യൽ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിനക്കുണ്ടോടാ? കമേഴ്ഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റോ എന്തെങ്കിലും കൺസിഡറേഷൻ പോലും നിനക്കുണ്ടോ? പിന്നെ അങ്ങനെ ചോദിക്കുക, വൈ വാസ് സച്ച് ആൻ എഗ്രിമെന്റ് സൈൻഡ്? വൈ വാസ് സച്ച് ആൻ എഗ്രിമെന്റ്? ഇതൊരു മാഗ്ന കാർട്ട, കേരളത്തിൻ്റെ ജനങ്ങൾക്ക് മാഗ്ന കാർട്ട. നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഹൈക്കോടതി സൈറ്റിൽ പോയി, ഞാൻ കേസ് നമ്പർ ഇട്ട് തരാം. വൈ വാസ് സച്ച് ആൻ എഗ്രിമെന്റ് entered which is a clean sellout entered. ഈ മൊത്തത്തിൽ തൂക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു എഗ്രിമെന്റിന് നീ എന്തിന്, why did you get into an agreement like this? ഒരു മാഗ്ന കാർട്ട. ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കണം, എന്നിട്ട് ഇങ്ങനെ സ്തുതിക്കണം. ഒരാൾ വന്ന് അന്ന് പറഞ്ഞു ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നു, നിർത്തിവെയ്, ചെയ്യല്ലേ എന്നൊരു ചീഫ് ജസ്റ്റിസ് വന്ന് പറഞ്ഞു. അല്ലെ ചീഫ് ജസ്റ്റിസ് പറയാൻ പറ്റും, കോടതി പറയാൻ നിങ്ങൾ ഫാക്ടറി നടത്തണ്ട എന്ന് ഒരു കോടതിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അടുത്ത്. അപാകതകൾ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്രട്ടറി കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് നല്ല ചാൻസ് ആയിരുന്നു ഈ ഒരു ഒരു ഓർഡർ ഇല്ലേ? കോടതി ഞങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഭരണാധികാരിക്ക് കോടതി ഇങ്ങനെ പറഞ്ഞു ഇത് കണ്ടംപ്റ്റ് ആവും ഞങ്ങൾ ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ, ഇതിനകത്ത് എന്തെങ്കിലും തിരുത്താൻ പറ്റുന്ന ഒരു കമ്മിറ്റി കൂടി ചെയ്തുകൂടായിരുന്നു. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കിട്ടത്തക്ക രീതിയിൽ ഇത് ചെയ്യാമായിരുന്നല്ലോ. വിച്ച് ഇസ് എ ക്ലീൻ സെല്ലോട്ട് എൻറ്റേർഡ് ഇൻ ടു ദ CAG ആൻഡ് ദ CAG വണ്ടേഴ്സ്. എങ്ങനെ CAG വണ്ടർ ചെയ്തെന്ന് ആ CAG റിപ്പോർട്ട് കണ്ട അങ്ങനെ എഴുതിയിരിക്കുന്നത്. എൻ്റെ വാദവും കൂടെ കേട്ടു. ബി ദാറ്റ് as it may, at first we would like the response of the government. എന്നിട്ടും അങ്ങനെ പിണറായി വിജയൻ ഇടാ നീ വല്ല പറയണ്ട, നീ ഒന്ന് പറ as to what they intend to do from apart from setting up the commission on paper without any infrastructure. Let the state attorney take instructions in the matter and file court after it. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു ഉടനെ ഇവരൊരു നമ്പർ ഇട്ട്, ഇപ്പം മുനമ്പത്ത് നമ്പർ ഇട്ടല്ലോ, ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ കൊണ്ട് അടുപ്പിക്കുന്ന ഒരു പണിയായിരുന്നല്ലോ അവിടെ നടത്തിയത് ഈ BJP-ക്കാർ. അത് മനസ്സിലാക്കാതല്ലേ ഉടനെ കൊണ്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് വെച്ചേ. ഹൈക്കോടതി പറഞ്ഞു എന്തിനാ കമ്മീഷൻ, അവർക്കെന്താ അധികാരം, കോടതി റൂൾ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ. പിന്നെ ചെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ സാറേ ഞങ്ങൾ എൻക്വയറിക്ക് എന്താത്തിന് എൻക്വയറി കമ്മീഷൻ. അങ്ങനെ ആ കമ്മീഷൻ റിപ്പോർട്ടോടെ പോയി. ഞാൻ പറഞ്ഞു ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ട് ആ വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടോടെ 3 പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് മൊഴി കൊടുത്തവരെ ഞാൻ വിജിലൻസിൽ. അപ്പം ആരോട് ഇത് പറയും? ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ക്യാൻസർ വന്ന് രോഗി മരിക്കും, ഫൈനൽ സ്റ്റേജ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഡോക്ടർ ഗംഗാധരനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് പിന്നെ നിങ്ങളെല്ലാവരും ഇത് തൂക്കി ഫ്രെയിം ചെയ്ത് നിങ്ങളെല്ലാം ഇത് ഡൗൺലോഡ് ചെയ്യണം, എടുക്കണം. WPC നമ്പർ 27408 2017 കേസ് നമ്പർ. ഞാൻ ഈ വായിച്ചതെല്ലാം നിങ്ങൾക്കും കിട്ടും.
ഡൗൺലോഡ് ചെയ്ത് തീർത്താൽ മതി ഇല്ലേ? അതെ. ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഇതാണ് കേരളത്തിൽ നടക്കുന്ന കാര്യം. കൊട്ടിഘോഷിക്കുന്നു, കോടിക്കണക്കിന് രൂപ ചിലവാകുന്നു, 10ാം വാർഷികം ആഘോഷിക്കുന്നു. അതുപോലെ ഇവർ പറയുന്നത് ഈ ഒരു പദ്ധതി കൊണ്ട് കേരളത്തിന് സമൂലമായ മാറ്റം വരും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, അനേകാര്യങ്ങൾക്ക് തൊഴിൽ വരും. ഇത്രയും കാലമായിട്ട് ഈ ഉദ്ഘാടനം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയുന്നത് എനിക്ക് ചോദിക്കാൻ, ഇത്രയും കഥ കേട്ട് രാമായണം കേട്ട് രാവിലെ ആകുന്ന സീത ലക്ഷ്മണന്റെ ഭാര്യയാണ് എന്ന് ചോദിക്കുന്ന പോലെ ഒന്നും വരുന്നില്ല. മച്ചി പശു പാല് വരൂ, മച്ചി പശുവാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്ന് കെട്ടിയിരിക്കുന്നു. പിന്നെ ആർക്ക് വേണ്ടി? അപ്പൊ somebody else made money. ചുമ്മാ ആരും ഒന്നും എഴുതി കൊടുക്കത്തില്ല. എഴുതി കൊടുക്കും ഇങ്ങനെ. somebody else made money. അതാ ഞാൻ കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് വിജിലൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വിട്ടത്. ഇല്ല, വിടത്തില്ല കോടതി. ആ വിജിലൻസ് ഇൻവെസ്റ്റിഗേഷനുടെ റിപ്പോർട്ട് എടുക്കാൻ വെട്ടം കണ്ടോ? എന്താ ചുമ്മാ വെറുതെ 350 ഏക്കർ ഞാൻ ഇല്ലാത്ത കാശ് ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്ത വസ്തു വായിച്ച ആ വസ്തു വായിച്ചതിന് അന്നെല്ലാം പ്രശ്നം വേളം ഉണ്ടായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികളുടെ. എന്നിട്ട് അവിടെ എന്തെല്ലാം കേസായി വഴക്കായി പാവട്ടെല്ലാം കേസിൽ ആക്കി. ഞാൻ ഒരുപാട് ചാനൽ ചർച്ചകൾ കണ്ടു. എല്ലാ ഡെയിലി മാതൃഭൂമി മലയാളമാണ്. നോബഡി ഈസ് കമ്മിങ് ആൻഡ് ടെല്ലിങ് ഓൾ ദീസ് തിങ്സ്. ഒരാൾ പോലും, ഈ ആങ്കർമാർ പോലും അവന്മാർ പഠിക്കുന്നില്ല ഇതെല്ലാം, അവരെല്ലാം വായിക്കുന്നില്ല ഇതെല്ലാം. ചുമ്മാ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെല്ലാം വാട്ട് പീപ്പിൾ ഷുഡ് നോ, ദേ ആർ നോട്ട് നോയിങ് ഇറ്റ്. അവരറിയിക്കേണ്ട ബാധ്യത ഈ മെയിൻ ചാനലുകാർക്കില്ലേ? അതുകൊണ്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട് ഓടി തിരുവനന്തപുരം വന്ന് ഇത് പറയുന്നത്. 10 പേർക്ക് ഇത് അറിഞ്ഞിരിക്കണം. എൻ്റെ ചെറുമക്കൾ, എനിക്കുണ്ട് മക്കൾ, 8 ചെറുമക്കളുണ്ട്, അവർക്കും മക്കളുണ്ടാവും. ദേ ആർ ഓൾ ബിക്കം ഡെറ്റേഴ്സ്. അവരെല്ലാം കടക്കാരായി മാറി. ഒരുത്തനും ഗമ കാണിക്കണ്ട, ഒരുത്തരും ഗമ കാണിക്കണ്ട. അദാനിക്ക് കടക്കാരനാണ് കേരളത്തിലെ ജനങ്ങൾ. എഴുതി വെച്ചു. എഴുതി വെക്കാൻ എന്താ, അവരോട് എഴുതി വെച്ച് എങ്ങനെയുടെ കാശുണ്ടാക്കി തുടങ്ങി. പിന്നെ വേറൊരു കാര്യം, ഈ അദാനി കണക്ക് പഠിച്ച കള്ളനില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയതുവരെ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട് കൊച്ചിയിലില്ലേ? അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി, അദ്ദേഹം അവിടെ ഒഴിയാത്ത ആൾക്കാരെയൊക്കെ പോയി നിന്ന് ഭയങ്കര അടിച്ച് പിടിച്ച് പോലീസ് അടിച്ച് എല്ലാത്തിനും. എന്തിനാ അവിടെ റെയിൽവേ ട്രാക്ക് ഇടാൻ? വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനോട്ട് എത്ര ഗുഡ്സ് ട്രെയിൻ പോയി ഇതുവരെ? പോർട്ട് റെയിൽവേ ട്രാക്ക് ഇല്ലാതെ ഒരു പോർട്ട് കംപ്ലീറ്റ് ആവത്തില്ല. റോഡ് കണക്ടിവിറ്റി ഇല്ലാതെ ഒരു പോർട്ട് വന്ന് സാധനം വന്ന് ഇറങ്ങി പോകേണ്ട വെളിയിൽ. ഈ ഇത്രയും കോടി, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വന്ന് സാധനം ഇറക്കിച്ച് പോയി. പിന്നെയും വരുന്നു, എന്നും വരുന്നു. ഒരു കണ്ടെയ്നർ ഈ അഴിയും വിഴിഞ്ഞ പോർട്ടിൽ നിന്ന് വെളി വന്നോ ഇന്ന് വരെ? ഒരു കണ്ടെയ്നർ കൊണ്ടുവന്ന് ഇറക്കുന്നത് എങ്ങോട്ടോ പോകണം, കടലിൽ കൂടെ തന്നെ പോകണം. ഒരു കണ്ടെയ്നർ റോഡിലോട്ട് വന്നോ? എന്താ റോഡ് ഉണ്ടാക്കാത്ത അദാനി? അതിൻ്റെ കാര്യമാക്കില്ല. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഫാക്ടറി ഇല്ല. തൂത്തുക്കുടിയിലെ ഫാക്ടറിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കേണ്ട കാര്യമില്ലല്ലോ. വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് ഇറക്കേണ്ട കാര്യമില്ലല്ലോ. ചെന്നൈ കിടക്കുന്നതിന് വിഴിഞ്ഞത്ത് കേരളത്തിലെ റോഡിൽ കൂടെ പോകേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ അടുത്തുള്ള ഫീഡർ വെസലിൽ പോകണം. അതാണ് വിഴിഞ്ഞത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂഗർഭപാത ഉണ്ടാക്കുമെന്ന് റെയിൽവേയുടെ ഏത് കാലത്ത്? ഈ റോഡ് കണക്ടിവിറ്റി അദാനിയാണെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ടുണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഒരു 2 കിലോമീറ്റർ പോലും ഇല്ല. ഇപ്പം ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 66 നാഷണൽ ഹൈവേ 66 കണക്ഷൻ കൊടുക്കാൻ ആ പോർട്ടിൽ നിന്ന് ഒരാഴ്ച പോലും വേണ്ട. അല്ലേ പുള്ളിക്കാണ് ചെയ്തോ? ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. സാധനമൊന്നും ഇങ്ങോട്ട് വരുത്തി അന്നേരം കൊട്ടിക്കൊരു നമ്മൾ കേരളം അടുത്തുയർത്തിയ സംഭവം പടുത്ത് ഉയർത്തി എന്തുവാ? കടക്കാരനായി മാറും, കടക്കാരനാക്കി. അത് തന്നെ റിസൾട്ട്. ഇനി ഇതിൻ്റെ അപ്പുറം ഒന്നും പറയാൻ എനിക്കില്ല. അതുപോലെ എയർപോർട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലായി, എയർപോർട്ടുകളെല്ലാം. അതുപോലെ തന്നെ ഇപ്പോൾ സീപോർട്ടുകളായി. ഇനി ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുകയാണെങ്കിൽ അദാനിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യ സമരമായിരിക്കില്ല നമ്മുടെ വരും തലമുറ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. വേൾഡ് ഇസ് ചേഞ്ചിങ്. വേൾഡ് ചേഞ്ച്. ഇപ്പം ഗ്ലോബൽ എക്കോണമി, ഇപ്പം മൻമോഹൻ സിംഗ് വന്നപ്പോഴാണ് നമ്മളിപ്പം അന്ന് വരെ നമ്മളെ കൂട്ടി പാട്ട അംബാസിഡറും ഓടിച്ച് നമ്മൾ തോളൊടിഞ്ഞു. ഇന്നിപ്പം നമ്മൾ ഒരു വിരൽ വെച്ച് സോഫ്റ്റ്വെയർ പോലെ നമ്മൾ കാർ ഓടിക്കുന്നു. അപ്പോൾ ചേഞ്ചസ് ആർ കമ്മിങ് ബിക്കോസ് ടെക്നോളജി ഈസ് കമ്മിങ് ഇൻ ടു ദ സ്റ്റേറ്റ്. ദാറ്റ് ഇസ് എ ഗുഡ് സൈൻ.
എന്നുവെച്ചാൽ നമ്മളെല്ലാം മരിച്ചുകൊണ്ടല്ലേ, നമ്മളെന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണം? 30 വർഷം ഈ കോൺഗ്രസ് സർക്കാർ കൊണ്ടുപോയി റഷ്യയുടെ കാഴ്ചവെട്ടിൽ സോഷ്യലിസം എന്ന് പറഞ്ഞ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ചൈനയുടെ പിറകിൽ, ഇല്ലെങ്കിൽ നമ്മൾ ചൈനയുടെ അപ്പുറം പോയത്. ബിക്കോസ് നമുക്ക് അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഇപ്പം പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മസ്റ്റ് ഓൾവേസ് ബി എ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ്. ഞാൻ ഉദാഹരണം ഒരു എഴുതി കൊടുത്ത്, എന്ന് വെച്ചാൽ ഇനി നിങ്ങളിങ്ങനെ പോകും, സർക്കാർ കേന്ദ്ര നിങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ഇങ്ങനെ അല്ല പോകേണ്ടത്. സ്റ്റേറ്റ് മസ്റ്റ് ബി എ ഫെസിലിറ്റേറ്റർ. നിങ്ങളിപ്പോൾ എന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എൻ്റെ ഇത് ടി വിയിൽ വരാൻ, അല്ലെങ്കിൽ ഇതിൽ വരാൻ. അതാണ് സ്റ്റേറ്റ് മസ്റ്റ് നോട്ട് ബിക്കം എ ബിസിനസ് മാൻ. ഇത് ബിസിനസ് മാനായി മാറുക. അപ്പോൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫെസിലിറ്റേഷൻ അല്ല. ഇത് തൂക്കി വെക്കുന്ന കുടുംബവും വിറ്റ്, കുടുംബത്തിൻ്റെ അപ്പുറവും വിറ്റ്, കുടുംബത്തിൻ്റെ ആരെല്ലാം താമസിക്കാൻ അവരെയില്ല കടക്കാരുത്. അതല്ല, ഡീസൻ്റായിട്ട് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും നടക്കുന്ന കണക്കത്തെ എഗ്രിമെൻറ്റ് നടത്തി ഫെസിലിറ്റേറ്റ് ചെയ്ത് ഗവൺമെൻറ് മസ്റ്റ് ഗെറ്റ് ദ മണി വിതൗട്ട് ഡൂയിങ് എനി വർക്ക്. ഫെസിലിറ്റേറ്റ് നോൺ ലുക്കറാ ഗവൺമെൻറ്. ഇതിനകത്ത് 50-50 ആയിരുന്നെങ്കിലേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനകം വെച്ച് കേരളത്തിൻ്റെ കടം മൊത്തം തീർന്നേനെ. തീർത്തില്ലേ? അങ്ങനത്തെ കപ്പലുകളല്ലേ വരുന്നത്, കണ്ടെയ്നർ ഇറക്കുന്നത്. ഇതിനകം വെച്ച് തീർന്നേനെ. അവർ പറയുന്ന കണക്കനുസരിച്ചാണ് എത്ര കോടി രൂപയുടെ ഇത് വന്നെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ കടം തീർന്നേനെ. കേരളത്തിൻ്റെ കടം തീരുമോ ഇനി ഇങ്ങനൊരു പ്രോജക്റ്റ് വരുമോ കേരളത്തിന്? ഈ ഒരു ഫാക്ടറി ഇവർക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു മൊട്ട് എമർജിങ് കേരള നടത്തി, പിന്നെന്താ റിച്ച് കേരള, പിന്നെ എത്രയോ ഇത് നടത്തില്ലേ. ഒരു അംബാനി വരെ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയി. ഒരു കാറിൻ്റെ ഒരു ഡോർ ഉണ്ടാക്കുക അസംബ്ലി യൂണിറ്റ് വന്നിട്ടില്ല. അവസാനം പാലക്കാട് വെള്ളം അടിക്കാനുള്ള പദ്ധതികളെല്ലാം കള്ളുഷാപ്പ് നവീകരണം അതെല്ലാം കൊടുത്തോ. പക്ഷെ അന്ന് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ വെള്ളമില്ലാത്ത പാലക്കാട്ടുകൾ കൊണ്ട് കൊടുക്കണ്ടായിരുന്നു. അത് വേറെ ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഈ ചീട്ട് കച്ചവടം, ഈ ലോട്ടറി കച്ചവടവും ഈ വെള്ള കച്ചവടവും അല്ലാതെ ഒന്നും പറ്റത്തില്ല. എന്നിട്ട് കൊട്ടിഘോഷിക്കുക 10ാം വർഷം ആഘോഷിക്കും. കേരളം പുതുപ്പിലെ ഒരു പുതുപ്പില്ല. യു ആർ മേഡ് us debtors. നിങ്ങൾ നമ്മളെ കടക്കാരാക്കി. അല്ല, എന്നിട്ട് ഈ അവകാശവാദം ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ അവകാശം. യു ഹാവ് മേഡ് us debtors. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പണ്ട് ആളുകൾ പറയുന്ന പോലെ നിങ്ങൾ എന്നെ ഒരു കടക്കാരനാക്കി. എന്നെ, എൻ്റെ ചെറുമക്കളെ, മക്കളെ നിങ്ങൾ കടക്കാരനാക്കി. അദാനി ആര് കോമ്പൻസേറ്റ് ചെയ്യും കേരളത്തിൽ ഈ അദാനിയുടെ കടം? Who will compensate? Nobody can compensate. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ പിണറായി വിജയൻ തലമുറകൾ അന്ന് കൊടുക്കണം പൈസ. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാവുന്നത് ഇങ്ങനെയാണ്. ഈ പദ്ധതി കൊണ്ട്, വിഴിഞ്ഞം പദ്ധതി കൊണ്ട് പ്രയോജനമുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് അദാനിയും. പിന്നെ അദാനിക്ക് ഈ ഒത്താശ ചെയ്തു കൊടുത്ത, അതായത് ഈ കൂട്ടിക്കൊടുത്ത കേരളത്തിലെ ജനങ്ങളെ, വരാനിരിക്കുന്ന തലമുറകളെ അടക്കം തൂക്കി വിറ്റ ഈ സകല പാർട്ടികളിലെയും ഈ നേതാക്കന്മാരെന്ന് പറയുന്ന ഈ നാറികൾ, കേരള സമൂഹത്തെ തൂക്കിവിറ്റ അദാനിക്കും അദാനി എറിഞ്ഞു കൊടുത്ത എച്ചിൽ കഷ്ണങ്ങൾ തിന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാത്രമാണ് ഈ ഒരു പദ്ധതി കൊണ്ട് പ്രയോജനം എന്ന് നമുക്ക് ഉറപ്പിച്ചു. അല്ല, അവർക്കെല്ലാം അപ്പോഴും കിട്ടിയ ചില്ലറയുള്ളൂ. ഇനി കിട്ടിയ ചില്ലറൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ കർത്താവെ പോലെ ഇങ്ങനെ മണ്ണ് വാരിക്കൊണ്ട് പോകും. ഇങ്ങനെ ഞങ്ങളുടെ റോട്ടിൽ നിന്നവർക്ക് കൊടുത്ത്, അമ്പലത്തിൽ കൊടുത്ത്, പോലീസുകാർക്ക് കൊടുത്തതല്ലേ റിപ്പോർട്ട്. അതേപോലെ ഇയാൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഒരുത്തിന് അതിനകത്ത് നിന്ന് കയറാൻ പറ്റത്തില്ല. അതിനകത്ത് നിന്ന് കയറാൻ പറ്റും. ഞാൻ പോയിരുന്നു, നമ്മളെ കേരള പോലീസിനെ പോലും ഒരു അനുവദിക്കത്തിനകത്ത്. ബിക്കോസ് ഇറ്റ്സ് ബിക്കം എ ഫോർട്ടസ്. ഒരു ഈച്ച പറക്കണേ പോലും അവൻ വിചാരിക്കണം ഈച്ച പറക്കണോ അതിനകത്തോട്ട്. അല്ലെങ്കിൽ മറുപടി പറയാ, വെല്ലുവിളിക്കുന്നു, ഇത് വെച്ചോന്ന് പറയാം. ഞാൻ പറഞ്ഞെല്ലാം കള്ളമാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. വാട്ട് വാസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്? നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? കള്ളമാണെങ്കിൽ വെടി കം ആൻഡ് വിൽ ഹാവ് എ ടോക്ക്. എന്താ വാ പറയുന്ന കള്ളമാണ്. ഞങ്ങൾ പബ്ലിക്കായിട്ട് പറയാണല്ലോ. കള്ളമാണ് പറയുന്നതെങ്കിൽ ഇതിനെ ഖണ്ഡിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കം ഓൺ ദ സ്റ്റേജ്. ഇത് പറ്റിക്കാൻ പറ്റത്തില്ല. പറ്റിച്ചു പോയി. അത് പറയുന്നു, പറ്റിക്കപ്പെട്ടു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.